കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലും വൈകാരികതകൾ നമ്മളിലുണ്ടോ? കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പറയണ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ദേഷ്യം, ഭയങ്കര വാശി, പൊട്ടിത്തെറിക്കുക, പിടിവാശി സ്വഭാവം, ആരെ ഉൾക്കൊള്ളില്ല, ആരെ അംഗീകരിക്കില്ല, ആരെ സ്നേഹിക്കാൻ പറ്റില്ല, എടുത്തു ചാടുക, അഹങ്കാരം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിലുണ്ടെങ്കിൽ ഒരു തിന്മ നമ്മുടെ മേൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതിന്റെ പിന്നിലുള്ള പൈശാചിക ശക്തി ആ വ്യക്തിയെ അടിമയാക്കി മാറ്റും. നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു പാപത്തോട് നമ്മൾ പ്രത്യുത്തരിക്കുമ്പോൾ എസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തിന് സംഭവിക്കുന്നതിന് ആ എല്ലാ പാപത്തിനും പ്രേരണ തരുന്ന ഒരു തിന്മയുണ്ട്. ആ തിന്മ നമ്മുടെ മേല് അധികാരമെടുക്കും, കൺട്രോൾ ചെയ്യാത്തതാണ്. പിന്നീട് അങ്ങോട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ തിന്മ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ വൈകാരികതകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ദുശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തിന്മ അധികാരം എടുത്തിട്ടുണ്ട്. ഒരു വിടുതൽ ശുശ്രൂഷ ആവശ്യമാണ്, ഒരു ഡെലിവറൻസ് ആ വിഷയത്തിന്റെ മേൽ ആവശ്യമാണ്. അതല്ല എങ്കിൽ, ആത്മാവിൽ ഒരു വിടുതൽ കിട്ടുന്നില്ല എങ്കിൽ അവൻ മരിക്കുന്നത് വരെ ഈ പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കും.